+1 ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ റിസൾട്ട് വന്നു. കിട്ടിയവരും ഉണ്ടാകും, കിട്ടാത്തവരും ഉണ്ടാകും. ആദ്യം കിട്ടിയവരെ കുറിച്ച് പറയാം. സ്കൂൾ കിട്ടിയിട്ടുണ്ട്, അപ്പോ സ്കൂളിലേക്ക് ചെല്ലണം. അസൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ഗാർഡിയന്റെ കൂടെ ചെല്ലണം. അപ്പൊ കുട്ടി നിർബന്ധമുണ്ടോ? കുട്ടി ഇപ്പൊ UAE-ലാണുള്ളത്, അബുദാബിയിലാണ്, ഖത്തറിലാണ്, അല്ലെങ്കിൽ കിട്ടിയ സ്കൂളിലേക്ക് എത്തിപ്പെടാൻ പ്രയാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോകുമോ? തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടു പോകും. കാരണം കഴിഞ്ഞ വർഷവും ഇതുപോലൊരു ദുരനുഭവം എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ ട്യൂഷനിൽ പഠിച്ചൊരു കുട്ടിക്ക് ഉണ്ടായിരുന്നു. ആ കുട്ടി പുറത്തുപോയി, തിരിച്ചു വരാൻ ലേറ്റായി. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ റിസൾട്ട് വന്നു. കുട്ടി സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യാത്തത് കാരണത്താൽ എന്ത് സംഭവിച്ചു? ആ കുട്ടിയെ അലോട്ട്മെന്റിൽ നിന്ന് പുറത്താക്കി. എന്നാൽ ആ കുട്ടിയുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ആ കുട്ടിയുടെ ഗാർഡിയൻ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. ഉപ്പയുടെ ഉപ്പ, ഫാമിലി അടക്കം അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കുട്ടി മാത്രമില്ല. കുട്ടിയില്ലാതെ അഡ്മിഷൻ എടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവിടെ വർക്ക് ചെയ്തിരുന്ന അധ്യാപകർക്ക് പോലും ആ ഒരു നിസ്സഹായാവസ്ഥ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അഡ്മിഷൻ സമയത്ത് കുട്ടി നിർബന്ധമായിട്ടും സ്കൂളിൽ ഹാജരായിരിക്കണം. ഇനി സാർ പനിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലോ, എന്തൊക്കെ സംഭവിച്ചാലും ശരി, നിങ്ങൾ കുട്ടി സ്കൂളിലേക്ക് എത്തിയേ പറ്റുള്ളൂ. മറ്റു കാര്യങ്ങളൊക്കെ 1% മാത്രം സാധ്യത കണ്ടാൽ മതി. കഴിഞ്ഞ വർഷം ഞാൻ ആ കുട്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ആ നാട്ടിലെ MLA-നെ കൊണ്ട് വരെ വിളിപ്പിച്ചിട്ടും ഒരു മാറ്റം ഉണ്ടായില്ല. നിയമങ്ങൾ അധ്യാപകർക്ക് വലിയ വലിയ പ്രസക്തിയുള്ളതാണ് പോലും. അതുകൊണ്ട് ആ കുട്ടിയെ അലോട്ട്മെന്റ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുകയാണ് അവസാനം ചെയ്തത്. എന്നിട്ട് ആ കുട്ടി എന്ത് ചെയ്തു? സപ്ലിമെന്ററി അലോട്ട്മെന്റിന് പുതുക്കി അപേക്ഷിക്കുക മാത്രമാണ് ചെയ്തത്. കാര്യം ആ കുട്ടിക്ക് അതേ പറ്റുള്ളൂ. ഫസ്റ്റ് എന്ന് പുറത്താക്കി കഴിഞ്ഞാൽ സെക്കൻഡ് തേർഡ് വെറുതെ കുത്തിരിക്കുക. ഓക്കെ, അപ്പോ നിർബന്ധമായിട്ടും കുട്ടി ഹാജരായിരിക്കണം. അത് എവിടെയാണെങ്കിലും ശരി. അലോട്ട്മെന്റിന് കൊടുത്ത കാര്യം ആ സ്കൂളിൽ പഠിക്കാൻ പോകുന്നത് ആരല്ല? ഉപ്പയുടെ ഉപ്പയോ ഒന്നും അല്ലല്ലോ, കുട്ടി തന്നെ പോകണ്ടേ. അതുകൊണ്ട് കുട്ടി തന്നെ നിർബന്ധമായിട്ടും ഹാജരായിരിക്കണം. അസൽ സർട്ടിഫിക്കറ്റുകളും കൈകളിൽ ഉണ്ടായിരിക്കണം കേട്ടോ. ഇനി റിസൾട്ട് +1 ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു, റിസൾട്ട് ഇല്ല, സീറ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? കുട്ടി വരേണ്ട ആവശ്യമില്ല, കുട്ടിക്ക് സീറ്റ് കിട്ടിയിട്ട് വന്നാൽ മതി. ഓക്കെ, അപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. എന്തായാലും കുട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഒരു സ്കൂളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി തന്നെ സ്കൂളിൽ പോകണം. കൂടെ പാരന്റ്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഗാർഡിയൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ? വേറെ വർത്താനൊന്നുമില്ലല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാ. MS സൊല്യൂഷൻസിന്റെ കൂടെ +1 ന്യൂട്ടൺ ബാച്ചിൽ ജോയിൻ ചെയ്യുക. വളരെ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ന്യൂട്ടൺ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾ ഏത് ലോക്കൽ സ്കൂളുകളാണെങ്കിലും, നിങ്ങൾ ഏത് ട്യൂഷൻ സെന്ററിൽ പോവുകയാണെങ്കിലും, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളിലേക്ക് എൻ്റെ മെന്റർ എത്തിയിരിക്കും. ആ മെന്റർ നിങ്ങളിലൂടെ നിങ്ങളെ കൊണ്ട് പഠിപ്പിച്ചിരിക്കും. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിരിക്കും. എൻ്റെ കൂടെയുള്ള അധ്യാപകരുടെ ക്ലാസ്സുകൾ അടിപൊളി എൻട്രൻസ് ഓറിയന്റഡ് പഠിപ്പിക്കുന്ന അധ്യാപകരുടെ സ്കിൽ, അവരുടെ ടോപ്പ് ലെവൽ ക്ലാസ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ആപ്പ് ത്രൂ തന്നിരിക്കും MS സൊല്യൂഷൻ. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ 70 12 67 00 55 7012 5670055 എന്ന് പറയുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടാ. പിന്നെ +1 ഷുവർ A+ ബുക്കും വന്നിട്ടുണ്ട്. അതൊക്കെ വേണ്ടവരൊക്കെ ജോയിൻ ചെയ്തോളി. വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക, കമ്മ്യൂണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.